ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന മൻ കി ബാത്തിന്റെ 128ാം പതിപ്പിനെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭരണഘടനാ ദിനവും ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികവും അനുസ്മരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മൻ കി ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത്. യുവജനങ്ങളുടെ സമർപ്പണമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമർപ്പണബോധത്തോടെ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതികഠിനമായ പ്രവൃത്തികളിൽ പോലും വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക മേഖലയിലും രാജ്യം വലിയ നേട്ടം കൈവരിച്ചതായി അദ്ദേഹം പരാമർശിച്ചു. പ്രകൃതി കൃഷി ഭാരതത്തിന്റെ പുരാതന പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിന് നിരന്തരം പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതി കൃഷിക്കായി ദക്ഷിണ ഭാരതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. ഉയർന്ന യോഗ്യതയുള്ള നിരവധി യുവ പ്രൊഫഷണലുകൾ ഇപ്പോൾ പ്രകൃതി കൃഷി മേഖല സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. दक्षिण भारत में नेचुरल फार्मिंग को लेकर हो रहे प्रयासों को देखकर मैं बहुत प्रभावित हुआ. कितने ही युवा हाईली क्वालिफाइड प्रोफेशनल अब नेचुरल फार्मिंग फील्ड को अपना रहे हैं. नेचुरल फार्मिंग भारत की प्राचीन परंपराओं का हिस्सा रही है और हम सभी का कर्तव्य है कि धरती माँ की रक्षा के लिए इसे निरंतर बढ़ावा दें. കാർഷിക മേഖലയിൽ 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനത്തോടെ ഭാരതം ഒരു ചരിത്ര റെക്കോർഡ് സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, कृषि क्षेत्र में भी देश ने बड़ी उपलब्धि हासिल की. भारत ने 357 मिलियन टन के खाद्यान्न उत्पादन के साथ एक ऐतिहासिक रिकॉर्ड बनाया है. 357 मिलियन टन 10 साल पहले की तुलना में भारत का खाद्यान्न उत्पादन 100 मिलियन टन और बढ़ गया है. ഹണി മിഷൻ പരിപാടിയുടെ കീഴിൽ ഖാദി ഗ്രാമോദ്യോഗ് ജനങ്ങൾക്കിടയിൽ 2.25 ലക്ഷത്തിലധികം തേനീച്ച പെട്ടികളാണ് വിതരണം ചെയ്തത്. 1.5 ലക്ഷം മെട്രിക് ടണ്ണിലേറെ തേൻ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ ഈ രംഗത്ത് നേട്ടമുണ്ടാക്കി. ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. हनी मिशन कार्यक्रम के तहत खादी ग्रामोद्योग ने भी 2.25 लाख से ज्यादा बी बॉक्सेस लोगों में बांटे हैं. इससे हजारों लोगों को रोजगार के नए अवसर मिले हैं. शहद की मिठास भी बढ़ रही है और ये मिठास किसानों की आय भी बढ़ा रही है. ജമ്മു കശ്മീരിലെ മലയോര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാട്ടുതുളസിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാംബൻ സുലായി ഹണി എന്ന വെളുത്ത നിറമുള്ള സവിശേഷമായ തേൻ ശ്രോതാക്കൾക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി. GI ടാഗ് ലഭിച്ചതിലൂടെ ഈ തേനിന് രാജ്യമെമ്പാടും അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദക്ഷിണ കന്നഡ ജില്ലയിലെ ഗ്രാമജന്യ എന്ന പേരിലുള്ള ഒരു ആധുനിക സംസ്കരണ യൂണിറ്റും ഈ മേഖലയിൽ കർണാടകയിൽ തന്നെയുള്ള ശിവഗംഗ കാലഞ്ചിയ സംഘടനകളുടെ ശ്രമവും പ്രധാനമന്ത്രി പരാമർശിച്ചു. ചന്ദ്രയാൻ 2 ദൌത്യം പൂർണ്ണമാക്കാൻ കഴിയാത്ത സാഹചര്യത്തെ അതിജീവിച്ച് ചന്ദ്രയാൻ 3 ദൌത്യം വിജയിപ്പിച്ചതിലൂടെ പരാജയത്തെ മറികടന്ന് സൃഷ്ടിച്ച ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് രാജ്യം കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. वो दिन जब चंद्रयान 2 संपर्क से बाहर हो गया था, उस दिन पूरा देश और खासकर वैज्ञानिक कुछ पल के लिए निराश हुए थे, लेकिन असफलता ने उन्हें रोका नहीं. उसी दिन उन्होंने चंद्रयान 3 की सफलता की कहानी लिखनी शुरू कर दी. यही कारण है कि जब चंद्रयान 3 ने सफल लैंडिंग की तो वो सिर्फ एक मिशन की सफलता नहीं थी, वो तो असफलता से निकलकर बनाए गए विश्वास की सफलता थी. युवाओं की यही लगन विकसित भारत की बहुत बड़ी शक्ति है. ഇന്ത്യൻ നാവികസേന സ്വാശ്രയത്വത്തിലേക്ക് അതിവേഗം നീങ്ങുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നടന്ന ചടങ്ങിൽ INS മാഹി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. സമ്പന്നമായ ചരിത്ര പൈതൃകമുള്ള മാഹി എന്ന സ്ഥലത്തിന്റെ പേരാണ് കപ്പലിന് നൽകിയത്. ഈ യുദ്ധക്കപ്പലിന്റെ ചിഹ്നം പരമ്പരാഗതമായി കളരിപ്പയറ്റിൽ ഉപയോഗിച്ചു വരുന്ന ഉറുമിയോട് സാമ്യമുള്ളതാണെന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे प्यारे देशवासियों, जब भारत के सुरक्षा तंत्र को मजबूती मिलती है तो हर भारतीय को गर्व होता है. पिछले हफ्ते मुंबई में INS माहे को भारतीय नौसेना में शामिल किया गया. कुछ लोगों के बीच इसके स्वदेशी डिजाइन को लेकर खूब चर्चा रही. वहीं पुडुचेरी और मालाबार कोस्ट के लोग इसके नाम से ही खुश हो गए. दरअसल इसका माहे नाम उस स्थान माहे के नाम पर रखा गया है जिसकी एक समृद्ध ऐतिहासिक विरासत रही है. केरला और तमिलनाडु के कई लोगों ने इस बात पर गौर किया
इस युद्धपोत का कृष्ण, उरुमी और कलारियापट्टू की पारंपरिक लचीली तलवार की तरह दिखाई पड़ता है। ये हम सबके लिए गर्व की बात है कि हमारी नौसेना बहुत ही तेजी से आत्मनिर्भरता की ओर कदम बढ़ा रही है। 4 दिसंबर को हम नौसेना दिवस भी मनाने जा रहे हैं। ये अवसर हमारे सैनिकों के अदम्य साहस और पराक्रम को सम्मान देने का एक खास दिन है। വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തി. സ്കൈ റൂട്ടിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് ഇന്ത്യയുടെ ബഹിരാകാശ എക്കോ സംവിധാനത്തിന് ഒരു പുതിയ മാനം നൽകി. രാജ്യത്തിന്റെ പുതിയ ചിന്തകളുടെയും നൂതനാശയത്തിന്റെയും യുവശക്തിയുടെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശൈത്യകാലം സമാഗതമായിരിക്കുകയാണെന്നും ശൈത്യകാല വിനോദസഞ്ചാരത്തിന് രാജ്യത്ത് ഏറെ സാധ്യതകളാണുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പർവ്വതങ്ങളും സംസ്കാരവും അനന്തമായ സാഹസിക സാധ്യതകളും നമുക്കുണ്ട്. ഉത്തരാഖണ്ഡിലെ ശൈത്യകാല ടൂറിസം ധാരാളം ആളുകളെ ആകർഷിക്കുന്നു. ഔലി, ചോപ്ത, ദയാര തുടങ്ങിയ സ്ഥലങ്ങൾ ശീതകാലത്ത് ഏറെ പ്രചാരം നേടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. उत्तराखंड का विंटर टूरिज्म लोगों को बहुत आकर्षित कर रहा है। सर्दियों के मौसम में औली, मुनस्यारी, चोपटा और डेयारा जैसी जगहें खूब पॉपुलर हो रही हैं। अभी कुछ सप्ताह पहले पिथौरागढ़ जिले में 14,500 फुट से अधिक की ऊंचाई पर आदि कैलाश में राज्य की पहली हाई एल्टीट्यूड अल्ट्रा रन मैराथन का आयोजन किया गया था। 60 किलोमीटर लंबी आदि कैलाश परिक्रमा रन का प्रारंभ कड़कड़ाती सर्दी में सुबह 5 बजे हुआ था। ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രഖ്യാപിച്ച വിശേഷവും പ്രധാനമന്ത്രി പങ്കുവച്ചു. ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വനിതാ ടീം അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഏറെ ഹൃദ്യമായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. എൻഡ്യൂറൻസ് സ്പോർട്സ് എന്ന കായിക മേഖലയ്ക്ക് രാജ്യത്ത് പ്രചാരമേറുകയാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം മാരത്തൺ, ബൈക്കത്തൺ, ട്രയാത്ലൺ പോലുള്ള കായിക പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. आजकल हमारे देश में इंड्योरेंस स्पोर्ट्स की एक नई खेल संस्कृति भी तेजी से उभर रही है। इंड्योरेंस स्पोर्ट्स से मेरा मतलब ऐसी स्पोर्ट्स एक्टिविटीज से है जिनमें आपकी लिमिट्स की परख होती है। देश भर में हर महीने 1500 से ज्यादा इंड्योरेंस स्पोर्ट्स का आयोजन होता है। इंड्योरेंस स्पोर्ट्स का ही एक उदाहरण है आयरनमैन ट्रायथलॉन। കാശിയിൽ നടക്കുന്ന 4ാമത് കാശി തമിഴ് സംഗമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയുടെയും ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നിന്റെയും സംഗമം എക്കാലവും അത്ഭുതകരമായ അനുഭവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. काशी तमिल संगमम उन सभी लोगों के लिए एक महत्वपूर्ण मंच बन गया है जिन्हें तमिल भाषा से लगाव है। काशी के लोगों से जब भी बात होती है तो वो हमेशा बताते हैं कि काशी तमिल संगमम का हिस्सा बनना उन्हें बहुत अच्छा लगता है। यहाँ उन्हें कुछ नया सीखने और नए नए लोगों से मिलने का अवसर मिलता है। इस बार भी काशीवासी पूरे जोश और उत्साह के साथ तमिलनाडु से आने वाले अपने भाई बहनों का स्वागत करने के लिए बहुत उत्सुक हैं। मेरा आप सभी से आग्रह है कि आप काशी तमिल संगमम का हिस्सा जरूर बने। ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ സജ്ജമാക്കിയിട്ടുള്ള കേന്ദ്രത്തിലൂടെ 3D, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നിവയുടെ സഹായത്തോടെ പ്രദർശിപ്പിക്കുന്ന മഹാഭാരത കഥ ഒരു പ്രത്യേക അനുഭവം തന്നെയാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം എല്ലാവരും സ്വീകരിക്കണമെന്ന് മൻ കി ബാത്ത് പരിപാടിയിലൂടെ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. G20 ഉച്ചകോടിയുടെ വേളയിൽ ലോക നേതാക്കൾക്ക് നമ്മുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകിയപ്പോൾ ഈ വികാരം പ്രതിഫലിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇക്കൂട്ടത്തിൽ കേരളത്തിലെ മാന്നാറിൽ നിന്നുള്ള അതിമനോഹരമായ ഓട്ടുരുളി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതായും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മാന്നാർ ഓട്ടുരുളിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശവും തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യവും പ്രോത്സാഹനജനകമാണെന്ന് മാന്നാറിലെ പരമ്പരാഗത ഉൽപ്പന്ന വ്യാപാരി അനിൽ എസ് അമ്പിളി അഭിപ്രായപ്പെട്ടു. ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ മാന്നാർ ഉരുളിയെക്കുറിച്ച് പരാമർശിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ലോകരാഷ്ട്രത്തലവന്മാർ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ ഭാരതത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് നൽകുന്നത് വിശിഷ്ടമായ അതീവ മൂല്യമുള്ള മാന്നാറിലെ ഉരുളികളാണ്, അല്ലെ വാർപ്പുകളാണ് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് ഒക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം മാറ്റുകൂട്ടുന്നു. ഓട്ട് പാത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു നാമധേയമാണ് മാന്നാർ. ഉരുളി, വിളക്കുകൾ, അത്തരത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, വലിയ വാർപ്പുകൾ
എല്ലാം തന്നെ മാന്നാറിലാണ് ചെയ്തിരിക്കുന്നത്. മാന്നാറിലെ ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണവും മേന്മയും ഉണ്ട് എന്നുള്ള ലോകത്തിന് മുഴുവനുള്ള തിരിച്ചറിവാണ് മാന്നാറിലെ ഈ വ്യാപാര മേഖലയെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ളതാക്കി മാറ്റിയത്. രാജാക്കന്മാരുടെ കാലത്ത് അവർക്ക് വേണ്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ ഈ പണി ചെയ്യുന്ന ആൾക്കാരെ മാന്നാറിലേക്ക് കൊണ്ടുവന്നതും മാന്നാറിലെ മണ്ണ് അതിന് കട്ടിയുള്ള മണ്ണാണെന്നും അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം മുതൽക്കൂട്ടാവുമെന്നും കണ്ടിട്ടാണ് രാജാക്കന്മാർ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് മാന്നാറിൽ ആൾക്കാരെ എത്തിച്ചത്. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വാർപ്പ് ഉൽപ്പാദിപ്പിച്ചത് മാന്നാറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിളക്ക് ഉൽപ്പാദിപ്പിച്ചത് മാന്നാറിലാണ്. കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുമ്പിലിരിക്കുന്ന എംബ്ലം ചെയ്തത് മാന്നാറിലാണ്. അങ്ങനെ പല റെക്കോർഡുകൾക്കും മാന്നാറിലെ ഈ വ്യാപാരം പ്രശസ്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നൽകുമ്പോൾ അത് മാന്നാറിലെ ഉൽപ്പന്നങ്ങൾ തന്നെ വേണം എന്നുള്ള കർശനമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് മാന്നാറിലെ ഉൽപ്പന്നങ്ങളുടെ മൂല്യം വളരെ വലുതാണ്. മാന്നാറിനെ പറ്റി സൂചിപ്പിച്ച ബഹുമാന്യനായ ആദരണീയനായ പ്രധാനമന്ത്രിയെ ഒരിക്കൽ കൂടി നമ്മൾ അഭിനന്ദിക്കുന്നു, ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. ഈ മാസം ആദ്യം സൗദി അറേബ്യയിൽ ആദ്യമായി ഒരു പൊതുവേദിയിൽ ഗീത അവതരിപ്പിക്കപ്പെട്ടു. യൂറോപ്പിലെ ലാത്വിയയിലും ഒരു അവിസ്മരണീയ ഗീതാ മഹോത്സവം നടന്നു. ലാത്വിയ, എസ്റ്റോണിയ, ലിത്വാനിയ, അൾജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇതിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ പാരമ്പര്യത്തിന് കിട്ടിയ അംഗീകാരമായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മൻ കി ബാത്തിലൂടെ ജനങ്ങളുമായി സംവദിക്കുന്നത് മനസ്സിന് സന്തോഷമാണെന്നും ഭാരതത്തിന്റെ മഹത്തായ സംസ്കാരവും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്നതിന് ഇതിലൂടെ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പതിപ്പ് അവസാനിപ്പിച്ചത്. മൻ കി ബാത്തിന്റെ 128 പതിപ്പിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം കൃഷ്ണ പ്രകൃതി.